എപ്പിസോഡിന്റെ ആരംഭത്തിൽ വലിയൊരു ബുക്ക് പബ്ലിഷറിനെയാണ് കാണിക്കുന്നത്. അങ്ങോട്ട് തന്നെ കുറെ ആൾക്കാർ ഇയാളുടെ ഫാൻസ് ആയിട്ടുള്ളവർ വരുന്നുണ്ട്. സാർ, നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഇത് എഴുതിയത്, ഇത് നേരിട്ട് കണ്ടതുപോലെയല്ലേ എഴുതിയിരിക്കുന്നത്, നിങ്ങളെ കൊണ്ട് ഇത് സാധിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വന്ന് ഓട്ടോഗ്രാഫ് വാങ്ങുന്നുണ്ട്, സൈൻ വാങ്ങുന്നുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്. അവർ സെൽഫി എടുത്ത് ഓട്ടോഗ്രാഫും വാങ്ങിച്ച് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അവർ പോയതിനു ശേഷം ഈ ബുക്ക് എഴുതിയ ആള് അവിടെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇത് കാണുന്ന അവിടുത്തെ അസിസ്റ്റന്റ് ഞാൻ പോയി സാറിന് കോഫി എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. അയാൾ പോയ ഉടനെ നമ്മുടെ ഹീറോ അങ്ങോട്ട് വരികയാണ്. ഹീറോ വേറൊരു രൂപത്തിലാണ് അങ്ങോട്ട് വന്നേക്കുന്നത്. നിങ്ങളുടെ വലിയ ഫാനാണെന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. ഒരു ഓട്ടോഗ്രാഫ് ഇട്ട് തരുമെന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ ഇട്ട് തരാന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഹീറോ ഒരു കാര്യം പറയാണ്. അതായത് ഇയാളുടെ കഴിഞ്ഞ ജന്മത്തിലെ പേര് വിളിക്കുകയാണ്. ഇത് കേട്ടതോടെ ബുക്ക് പബ്ലിഷർ ഒന്ന് പേടിക്കുകയാണ്. കാരണം ഇയാൾ യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ നടന്നപ്പം അവിടെ ഉണ്ടായിരുന്നു. പഴയ ഓർമ്മ സ്വർഗത്തിൽ നിന്ന് തിരിച്ചു വന്നു, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴും അങ്ങേറെ ദേഹത്തുണ്ട്. അതുകൊണ്ടാണ് ഈ ബുക്ക് എഴുതി ഇപ്പൊ പണം ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഇയാള് മഹാവൃത്തികെട്ടവനാണ്. കൂടെ നിന്ന ആൾക്കാരെ ഒറ്റിക്കൊടുത്തു പോലീസുകാർക്ക്. അവരെന്ന് വെച്ചാൽ റെബൽസ് ആണ്. യവന്മാരെ പറ്റിച്ച് ഒരു വീട്ടിന്റെ അകത്തിട്ട് തീ വെച്ചാണ് ബാക്കിയുള്ള പാവപ്പെട്ട മനുഷ്യരെ കൊന്നു കളഞ്ഞിട്ടുള്ളത്. എന്തായാലും നരകത്തിൽ പോയി ശിക്ഷയൊക്കെ അനുഭവിച്ചിട്ട് വീണ്ടും പുനർജനിച്ച ശേഷം അവന് പഴയ ഓർമ്മകളുണ്ട്. അതുകൊണ്ടാണ് പഴയ ഓർമ്മകൾ വെച്ച് ബുക്ക് എഴുതി ഇപ്പം വലിയൊരു പണക്കാരനായിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയ ഹീറോ അവന്റെ പുതിയ ജോലിക്ക് വന്നേക്കുകയാണ്. എന്താ ജോലി എന്നല്ലേ, നിന്റെ കളി തീർന്നടാന്ന് പറഞ്ഞ് അവന്റെ നെറ്റിയിൽ ഹീറോ കൈ വെക്കുകയാണ്. കൈ വെച്ചതോടെ അവന്റെ ഓർമ്മകൾ നശിച്ചു പോവാണ്. എന്തോ പോലെ അവനെന്തോ മന്ദബുദ്ധിയെ പോലെ വായിന്ന് തുപ്പല് തൂകി അവിടെ ഇരിക്കുകയാണ്. ഹീറോ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ തിരിച്ചു പോകുമ്പോൾ അസിസ്റ്റന്റ് വരുന്നുണ്ട്. അസിസ്റ്റന്റിന്റെ അടുത്ത് നന്ദിയും പറഞ്ഞ് കുമ്പിട്ടിട്ടാണ് പോകുന്നത്. അസിസ്റ്റന്റ് ചെന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്, പബ്ലിഷർ അങ്ങനെ ഇരിക്കുന്നതായിട്ടാണ്, തുപ്പല് തൂങ്ങിയിരിക്കുന്നതായിട്ടാണ്. ചിലപ്പോൾ മരിച്ചു പോയി കാണണം, ഇതുവരെ മരിച്ചു പോയിട്ടില്ല, അല്ലെങ്കിൽ ഓർമ്മകൾ നശിച്ചു പോയതായിരിക്കണം. നമുക്കിനി മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഇത് കഴിഞ്ഞ് ഹീറോ വേറൊരു കൊച്ചു പെൺകുട്ടീനെ ഓട്ടിച്ചിട്ട് പിടിക്കുകയാണ്. അവസാനമായിട്ട് ആ പെൺകുട്ടി പറയുന്നത് എന്താണെന്നറിയാമോ, എനിക്ക് എന്റെ മോളെ അവസാനമായിട്ടൊന്ന് കാണാൻ പറ്റുമെന്നാണ്. ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞ ജന്മത്തില് കുറെ കാര്യങ്ങൾ ഓർമ്മയുണ്ട്. അത് നശിപ്പിച്ചു കളഞ്ഞില്ലെങ്കിൽ പ്രശ്നമാവും. അത് നശിപ്പിക്കാനാണ് ഹീറോ ഇവിടെ വന്നേക്കുന്നത്. ഇതാണ് ഹീറോന്റെ പുതിയ ജോലി. അങ്ങനെ ആ കൊച്ചു പെൺകുട്ടിയെ വിളിച്ച് ഒരു പാർക്കിൽ വരികയാണ്. ആ പാർക്കിൽ തന്നെ ആ പെൺകുട്ടിയുടെ മോളുണ്ട്. അതായത് കഴിഞ്ഞ ജന്മത്തിൽ ഒരു അമ്മയായിരുന്നു, ഇപ്പം ഒരു കൊച്ചു പെൺകുട്ടിയായിട്ട് ജനിച്ചിട്ടുണ്ട്. ഇത് സ്വർഗത്തിലെ ചില ബഗ്ഗുകളാണ്, ചില ഗ്ലിച്ചുകൾ കാരണം സംഭവിക്കുന്നതാണ്. അത് നേരെയാക്കാൻ ഹീറോനെ പോലെ ആൾക്കാരും ഉണ്ട്. അങ്ങനെ ആ പെൺകുട്ടി അവിടെ ഇരിക്കുന്ന ആ ലേഡിയുടെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. നന്നായിട്ട് ഫുഡ് കഴിക്കണം, കുട്ടീനെ നന്നായിട്ട് നോക്കണം, ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, സ്ട്രെസ് കുറയ്ക്കണം, നന്നായിട്ട് ഉറങ്ങണം. ഇത് പറയുമ്പോൾ ആ ലേഡി സംശയപ്പെട്ട് നോക്കുകയാണ്, ഈ കൊച്ചു പെൺകുട്ടി എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ. ഇതും പറഞ്ഞ് കൊച്ചു പെൺകുട്ടി അവിടെ നിന്ന് പോവുകയാണ്. നേരെ ഹീറോന്റെ അടുത്താണ് വരുന്നത്. ഇനി എന്റെ ഓർമ്മ മായ്ച്ചു കളഞ്ഞു എന്ന് പറയും. അങ്ങനെ ഹീറോ ആ കൊച്ചു പെൺകുട്ടിയുടെ ഓർമ്മ മായ്ച്ചു കളയാണ്. രാത്രി ഹീറോ വീട്ടിൽ വന്നിരിക്കുമ്പോൾ അവന് കുറ്റബോധമാണ് അങ്ങനെ ഒരു പെൺകുട്ടിയുടെ ഓർമ്മ മായ്ച്ചു കളഞ്ഞതിൽ. ഇത് കാണുന്ന ഹീറോയിൻ എന്താ സംഭവം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഹീറോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇത് കേട്ട ഹീറോയിൻ, അത് സാരമില്ല, നിങ്ങളുടെ ജോലി ഇതാണ്, നിങ്ങൾ ഇനി മായ്ക്കണ്ടെന്ന് വിചാരിച്ചാലും മായ്ച്ചല്ലേ പറ്റത്തുള്ളൂ, അതാണ് ഇവിടത്തെ നിയമം, അതുകൊണ്ട് നിങ്ങൾ അത് ഓർത്ത് കുറ്റബോധമൊന്നും അടിക്കണ്ടെന്ന് അവനോട് പറഞ്ഞ് അവനെ സെറ്റ് ചെയ്യാണ്. പിറ്റെന്നാണ് ഹീറോയിൻ ഒരു ലോട്ടറി എടുത്തില്ലായിരുന്നോ, ആ ലോട്ടറിയിൽ ഒരാളുടെ സ്വപ്നത്തിലോട്ട് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ രാവിലെ ഹെവൻ സപ്പോർട്ട് സെന്ററിൽ വന്നേക്കാണ്. ഒരു മാലാഖയുടെ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് സ്വപ്നത്തിലോട്ട് കയറി പോകുന്നത്. അവിടെ ഒരു വാതിലുണ്ട്, ആ വാതിലിനപ്പുറമാണ് സ്വപ്നത്തിലോട്ട് കടക്കേണ്ടത്. ഹീറോ താഴെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പോയി അടിച്ചു പൊളിച്ചിട്ട് വരാൻ പറയുന്നുണ്ട്. ഇത് കണ്ട് മോട്ടിവേറ്റ് ആയ ഹീറോയിൻ സ്വപ്നത്തിന്റെ അകത്ത് കയറാണ്. സ്വപ്നത്തിന്റെ അകത്ത് ഹീറോയിന്റെ പഴയ വീട് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഹീറോയിൻ ആദ്യം അടുക്കളയിലൊക്കെ പോയി എന്തൊക്കെ കുക്ക് ചെയ്യുന്നുണ്ട്, അവൾ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നോന്ന് നോക്കുകയാണ്. എന്നാൽ ഇത് വെറും സ്വപ്നം മാത്രമാണ്. ഇതറിയാവുന്ന അവിടുത്തെ കുറച്ച് ടെക്നിക്കൽ ടീംസ് പറയുന്നുണ്ട്, നിങ്ങളുടെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പറയാനുള്ള കാര്യം പറയേണ്ട ആളെടുത്ത് പോയി പറയാൻ പറയും. ഹീറോയിൻ പെട്ടെന്ന് തന്നെ സോഫയിൽ ഉറങ്ങിക്കിടക്കുന്ന മുടിയത്തി വിളിച്ചണത്താണ്. എന്നിട്ട് മുടിയത്തിയോട് എന്താ പറയുന്നതെന്ന് അറിയാമോ, ഒരു ലോട്ടറി നമ്പറാണ് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ മുടിയത്തിക്ക് ഈ നമ്പർ ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല. ആ നമ്പർ സിമ്പിൾ ആണ്. എത്രയെന്നറിയാമോ, 37892444. ഇതൊരു കോഡാണ്. പക്ഷേ മുടിയത്തിക്ക് അത് ഓർമ്മ നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പാട്ട് വഴി, ആ പാട്ട് ഞാൻ പാടണ്ടല്ലോ, ആ പാട്ട് വഴി മുടിയത്തിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെയാണ് സംഭവം. അങ്ങനെ അത് പാടി പാടി അവളെ പഠിപ്പിക്കുകയാണ്. ഹീറോയിന് പോകാനുള്ള സമയം, അതുകൊണ്ട് തന്നെ ടാറ്റ പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. മുടിയത്തി കരയുന്നുണ്ട് പോവല്ലേ എന്ന് പറഞ്ഞിട്ട്, പക്ഷേ പോയല്ലേ പറ്റത്തുള്ളൂ. ഹീറോയിൻ വാതിൽ വഴി തിരിച്ചിറങ്ങി പോവാണ്. മുടിയത്തി ഉടനടി തന്നെ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീക്കുകയാണ്. ഹീറോയിൻ പാടി പഠിപ്പിച്ച പാട്ട് ഓർമ്മയുണ്ട്. അന്ന് രാത്രി ഹീറോയിൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഹീറോ എന്തോ ഒരു കൊറിയർ ആയിട്ട് വരികയാണ്. ആ കൊറിയർ ഭൂമിന്ന് വന്നതാണ്. അത് ആരയച്ചതാന്ന് നോക്കുമ്പോഴാണ് അത് മുടിയത്തി അയച്ചതാണ്. അതെങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല, എങ്ങനെയൊക്കെ കാണും. അത് കൊണ്ടുവന്ന് അവർ കഴിക്കുകയാണ് ആ ഫുഡ്. പക്ഷെ ഒന്നും വെന്തിട്ടില്ല, ചിലത് ഓവർ കുക്ക്ഡ് ആണ്, കരിഞ്ഞു പോയതുണ്ട്. അതുകൊണ്ട് ആ ടേസ്റ്റ് അറിയാം അവർക്ക് മനസ്സിലായി അത് ആ കുട്ടി ഉണ്ടാക്കിയതാ എന്നുള്ള കാര്യം. പിറ്റേന്ന് രാവിലെ തന്നെ മുടിയെത്തി ഒരു ലോട്ടറി ഷോപ്പിൽ ചെല്ലുകയാണ്. അവിടെ ചെന്ന് അവിടുത്തെ ഒരു ലോട്ടറി എടുത്ത് അത് പൂരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്ത് ലോട്ടറി
ലോട്ടറി ആണെന്ന് അറിയത്തില്ല, എന്നാലും അത് പൂരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂരിപ്പിക്കുന്നതിന്റെ ഇടയിൽ അങ്ങോട്ടൊരു കൊറിയർ ബോയ് കയറി വരികയാണ്. അത് നമ്മൾ ആദ്യമൊക്കെ കണ്ടില്ലായിരുന്നു, ഒരാള് ഹീറോയിനും മുടിയത്തിക്കും പൈസ കൊടുക്കാനുള്ള ആള് അയാളാണ്. അയാൾ കയറി വന്ന് മുടിയത്തി കണ്ട് അവിടെ നിന്ന് പേടിച്ച് ഓടുകയാണ്. മുടിയത്തി ലോട്ടറി പൂരിപ്പിക്കാതെ അവന്റെ പിറകെ ഇറങ്ങി ഓടുകയാണ്. അവനെ ഓട്ടിച്ചോട്ടിച്ച് വൈകുന്നേരം ആവുകയാണ്. അവസാനം രണ്ടുപേരും ക്ഷീണിച്ച് ഒരു സ്ഥലത്തിരിക്കും. അങ്ങനെ എങ്ങനെയൊക്കെ അവനെ പിടിച്ച് ആ ലോട്ടറി ഷോപ്പിൽ വരികയാണ്. വന്ന് നോക്കുമ്പം ലോട്ടറിയുടെ നറുക്കെടുക്കുന്ന സമയം കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ നമ്പർ കണ്ട് മുടിയത്തി വരെ ഞെട്ടിപ്പോവും. കാരണം ഹീറോയിൻ പറഞ്ഞു കൊടുത്ത സെയിം നമ്പറാണ്. അതായത് ബില്യൺ മോണാണ് നഷ്ടപ്പെട്ടു പോയത്. ഇത് അറിഞ്ഞ് വിഷമിച്ച് ഒരു കോഫി ഷോപ്പിന്റെ പുറത്തിരിക്കുകയാണ്. അവനെ ചീത്ത പറയാണ്, നീ കാരണമാണ് എന്റെ ബില്യൺ പൈസ പോയത്, നീ തരാനുള്ള പൈസ പോലും എനിക്ക് തന്നിട്ടില്ല, പിന്നെ നീ എങ്ങനെയാണ് എനിക്ക് ബില്യൺ പൈസ തരുന്നതെന്ന്. അതായത് എവളാണെങ്കിൽ ഈ കുറച്ച് പൈസയ്ക്ക് വേണ്ടി അവന്റെ പിറകെ ഓടി ആ ലോട്ടറി നഷ്ടപ്പെടുത്തി. ഇവരിങ്ങനെ ഇരുന്ന് അടി ഉണ്ടാക്കുമ്പോൾ ഒരു മുത്തശ്ശി പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ആ മുത്തശ്ശി, നിങ്ങൾ രണ്ടുപേരും കപ്പിൾസ് അല്ലേ, എന്തിനാ വഴക്കുണ്ടാക്കുന്നത്, നല്ല കപ്പിൾസ് ആയിട്ടിരുന്നൂടെ, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന മുടിയത്തിക്ക് ദേഷ്യം വരികയാണ്. ആരാണ് കപ്പിൾസ്, നിങ്ങളെ ആളറിഞ്ഞു പറയണം, ആരാ നിങ്ങളെ കപ്പിൾസ് എന്ന് പറഞ്ഞ് ചൂടാവുകയാണ്. ആ മുത്തശ്ശിയെ മുടിയത്തി അടിക്കാൻ പോവുകയാണ്. അവനാണ് അവളെ പിടിച്ചു വയ്ക്കാൻ നോക്കുന്നത്. അതായത് ബാക്കിൽ നിന്ന് കയറി കെട്ടിപ്പിടിക്കുകയാണ്. ഇത് കാണുന്ന മുത്തശ്ശി വീട്ടിൽ പോയിട്ട് റൊമാൻസ് കളിച്ചാൽ മതിയെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. ഇത് കഴിഞ്ഞ് മുടിയത്തി വീട്ടിൽ വന്ന് കിടന്നുറങ്ങുമായിരിക്കും. അപ്പോഴാണ് പുറത്താരോ കോണിംഗ് ബെല്ലടിക്കുന്നത്. ചെന്ന് നോക്കുമ്പം കടം വാങ്ങിച്ച പയ്യനാണ്. അവൻ ഇവൾക്കൊരു ഷൂ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വേറൊന്നിനുമല്ല, നമ്മുടെ പയ്യന് അവളെ ചെറുതായിട്ട് ക്രഷ് അടിച്ച്, അതുപോലെ തന്നെ നിനക്ക് എന്റെ പിറകെ ഓടാനുള്ളതല്ലേ, അതുകൊണ്ട് തന്നെ നീ പന്ന ഷൂ ഒന്നും ഇട്ട് ഓടണ്ട, സ്പോർട്സിന്റെ ഷൂ തന്നെ ഇട്ട് ഓടിക്കുമെന്നും പറഞ്ഞ് കൊണ്ട് കൊടുക്കുന്നതാണ്. അവൾ ആദ്യം അതൊന്നും വാങ്ങത്തില്ലേലും പിന്നെ വാങ്ങും. അവൾക്ക് ആ ഷൂ ഇഷ്ടപ്പെട്ട് ആ ഷൂ ഇട്ടിട്ടാണ് അന്ന് രാത്രി അവൾ കിടന്നുറങ്ങുന്നത്. ഈ നേരം സ്വർഗത്തില് ഹീറോയിനും ഇരുന്ന് സംസാരിക്കുകയാണ്. ഹീറോയിൻ മുടിയത്തിക്ക് ലോട്ടറി അടിച്ച് കാണുമോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഉറപ്പായിട്ടും അടിച്ച് കാണുമെന്ന് പറയും. പിന്നെ അവരുടെ സംസാരം ഒന്നും കൂടെ പുനർജനിച്ചാലോ എന്നാവും. ഹീറോ പറയും, നീ ഒരുപാട് കഷ്ടപ്പെടുന്നില്ലേ, എനിക്ക് വേണ്ടി തന്നെ നീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇപ്പൊ സ്വർഗത്തിൽ വന്നിട്ടും നീ 80ാമത്തെ വയസ്സിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ നമുക്കൊന്നും കൂടെ പുനർജനിക്കാം, നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഭൂമിയിൽ അടിച്ചു പൊളിക്കാന്ന്. ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ കൺവിൻസ് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് പുനർജനിക്കാന്ന് ഹീറോയിൻ സമ്മതിക്കും. പിറ്റുന്ന സ്വർഗത്തില് ആൾക്കാര് അവിടെ ഇവിടെ നടക്കുമ്പോൾ ആകാശത്തിന്റെ കളറൊക്കെ മാറി ഇടിമിന്നൽ താഴോട്ട് വന്ന് പതിക്കുകയാണ്. ഇത് കാണുന്ന പ്രസിഡന്റിന് മനസ്സിലാവും ആ കാലമാടം വന്നിട്ടുണ്ടെന്ന്. ഇതും പറഞ്ഞ് ഒരു സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോൾ നരകരാജാവ് ബൈക്കുമായിട്ട് സ്വർഗത്തിൽ വന്നിട്ടുണ്ട്. നേരെ വന്ന് കാണുന്നത് പ്രസിഡന്റിനെയാണ്. അവിടെ വെച്ച് തന്നെ പ്രസിഡന്റും നരകരാജാവും അടിയാവുന്നുണ്ട്. നരകരാജാവ് ചെറുപ്പം പ്രസിഡന്റ് കിളവനുമാണെന്നാണ് നരകരാജാവ് പറയുന്നത്. അതിന്റെ പേരിലാണ് അടി നടക്കുന്നത്. ആ പ്രശ്നമൊക്കെ എങ്ങനെയൊക്കെ സോൾവ് ചെയ്ത് ലാസ്റ്റ് പ്രസിഡന്റിനോട് ഒരു വെക്കേഷന് പോകാൻ പറയുന്നുണ്ട്. പ്രസിഡന്റ് വെക്കേഷന് പോകുമ്പോൾ സ്വർഗം നോക്കി നടത്താൻ വേണ്ടിയിട്ടാണ് നരകരാജാവിനെ സ്വർഗത്തിലോട്ട് കൊണ്ടുവന്നത്. രണ്ടുപേർക്കും ഒരു വെക്കേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ പ്രസിഡന്റ് വെക്കേഷന് പോകുന്നത് ഭൂമിയിലോട്ടും നരകരാജാവ് വെക്കേഷന് വന്നിരിക്കുന്നത് സ്വർഗത്തിലോട്ടുമാണ്. ഇനി പ്രസിഡന്റ് ഭൂമിയിൽ പോയതിനു ശേഷം നരകരാജാവായിരിക്കും ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത്. എന്തോ ചെയ്യോ എന്തോ. അങ്ങനെ പ്രസിഡന്റിനെ പറഞ്ഞു വിട്ടതിന് ശേഷം നരകരാജാവ് അവിടുത്തെ പാർക്കിൽ വന്നിരിക്കുകയാണ്. അവിടെ കുറെ ആൾക്കാർ നിന്ന് സംസാരിക്കുന്നു, കളിക്കുന്നു, ഓടിക്കളിക്കുന്നു. ഇതൊന്നും കാണുമ്പോൾ നരകരാജാവിന് ഇഷ്ടപ്പെടത്തില്ല. നരകരാജാവ് പുള്ളിക്കാരന്റെ പവേഴ്സ് യൂസ് ചെയ്ത് ഇടിമിന്നൽ വരുത്താണ്. ഇത് കാണുമ്പോൾ എല്ലാവരും പേടിച്ചോടുകയാണ്. പേടിച്ചോടുന്നത് കാണുമ്പോൾ നരകരാജാവിന് ഒരു സന്തോഷം. അതുമാത്രമല്ല, അവിടെ ഇറങ്ങി നിന്ന് ഡാൻസ് കളിക്കുകയാണ്, കാലിട്ട് തറയെ ചവിട്ടാണ്. ഈ ചവിട്ടമ്പം താഴെ ഭൂമിയിലാണ് ഇടിമിന്നൽ അടിക്കുന്നത്. ആ നേരമാണ് നമ്മുടെ പ്രസിഡന്റ്, നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ, ദൈവത്തിനെ നിങ്ങൾക്ക് നേരിട്ട് കാണാം, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോഴെന്നും പറഞ്ഞ് താഴെ കൂടെ നടക്കുകയാണ്. പ്രസിഡന്റിന് മനസ്സിലായി നരകരാജാവിന്റെ പണിയായതെന്ന്. ഒന്നും ചിന്തിക്കാതെ തന്നെ ഒരു ബട്ടൺ ഉണ്ട്, മ്യൂട്ട്, പാസ്, അണ്ടു. ഇതിനകത്ത് പിടിച്ച് ഞെക്കാണ്, പോസ്റ്റിനകത്ത് പിടിച്ച് ഞെക്കാണ്. നരകരാജാവ് അവിടെ നിലച്ചു പോവുകയാണ്. നമ്മുടെ പ്രസിഡന്റിന് സ്വർഗത്തിൽ കൺട്രോൾ ഉണ്ടല്ലോ, അതുകൊണ്ട് അതൊന്നും ഒരു വലിയ പ്രശ്നമല്ല. വീണ്ടും നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ എന്നും പറഞ്ഞ് അതുവഴി നടന്നു പോവുകയാണ്. അതുവഴി അങ്ങനെ നടക്കുമ്പോൾ ഓപ്പോസിറ്റ് ഒരുത്തൻ നടന്നു വരുന്നുണ്ട്. അവന് ബാത്റൂമിൽ പോകണം. അതുകൊണ്ട് തന്നെ ആ വെപ്രാളത്തില് അതുവഴി നടന്നു പോവുകയാണ്. അവസാനം ചെന്ന് ബാത്റൂം കണ്ടുപിടിക്കും. ആദ്യം മെൻസ് ബാത്റൂമിൽ കയറാൻ നോക്കും, എന്നാൽ നടക്കത്തില്ല, അതിനകത്ത് ആരോ ഉണ്ട്. രണ്ടാമത് ലേഡീസ് ബാത്റൂമിൽ കയറാൻ നോക്കും, അതും നടക്കത്തില്ല, അതും ബുക്കിഡാണ്. അവസാനം അവിടെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഒരു ബാത്റൂം കാണിച്ചു തരണമെന്ന് പറഞ്ഞിട്ട്. ഈ വിളി ദൈവം കേൾക്കും. പെട്ടെന്ന് തന്നെ മണ്ടയിൽ ഒരു ബോർഡ് വരികയാണ്. ആ ബോർഡിനകത്ത് ബാത്റൂം സെക്കൻഡ് ഫ്ലോറിലുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. സ്റ്റെപ്പ് കയറാനുള്ള ആരോഗ്യമൊന്നുമില്ല, അവിടെ തന്നെ തളർന്നു വീഴാണ്. പിന്നീട് ഒരു പെൺകുട്ടിയെ കാണിക്കുകയാണ്. ആ പെൺകുട്ടി എക്സാമിന് തോറ്റുപോയി, അതുകൊണ്ട് തന്നെ ആത്മഹത്യക്കുറിപ്പ് എഴുതാണ്. ഞാൻ നല്ലൊരു മോളല്ലായിരുന്നു, അമ്മയ്ക്ക് സന്തോഷങ്ങൾ തരാൻ പറ്റിയില്ല, അമ്മ ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ ആത്മഹത്യക്കുറിപ്പ് എഴുതി കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ആ പൈസയായിട്ട് വിഷം വാങ്ങാൻ പോവാണ്. പോകുന്ന വഴിക്ക് തന്നെ ഒരു പട്ടിക്കുട്ടിയെ കാണുന്നുണ്ട്, ഒരു കൊച്ചു പട്ടിക്കുട്ടി. ആ പട്ടിക്കുട്ടിയുടെ ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുകയാണ്. അതായത് ആ പട്ടിക്കുട്ടി വേറെ ആരുമല്ല, നമ്മുടെ ദേശക്കാരൻ പട്ടിക്കുട്ടിയുടെ പുനർജന്മമാണ്. അതിനെ കൊണ്ടാക്കിയത് പ്രസിഡന്റ് ആണ്. ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ പോവുമെന്ന് പ്രസിഡന്റിന് നേരത്തെ അറിയാം. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടാണ് പട്ടിക്കുട്ടീനെ
പറഞ്ഞ് അവിടെ കൊണ്ടാക്കിയിരിക്കുന്നത്. ഈ പട്ടിക്കുട്ടിയെ കണ്ടിട്ട് നമ്മുടെ പെൺകുട്ടി നേരെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുകയാണ്. അവിടെ നിന്ന് വിഷം വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ഹോട്ട് ഡോഗ് വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട് പട്ടിക്ക് കൊടുക്കാനേ. വിഷം വാങ്ങാൻ പോയ പെൺകുട്ടി വാങ്ങിച്ചുകൊണ്ട് വന്നത് ഹോട്ട് ഡോഗ് ആണ് പട്ടിക്ക് കൊടുക്കാനായിട്ട്. അത് കൊണ്ടുവന്ന് പട്ടിക്കുട്ടിക്ക് കൊടുക്കുകയാണ്. പട്ടിക്കുട്ടിക്ക് സന്തോഷമായി. ഇത് കൊടുത്തത് കൊണ്ട് തന്നെ പട്ടിക്കുട്ടി ഈ പെൺകുട്ടിയുടെ പിറകെ പോവുകയാണ്. എന്നെ കൂടെ കൊണ്ടുപോന്ന് പറഞ്ഞിട്ട്. ഇത് കഴിയുമ്പോൾ ഈ പെൺകുട്ടിക്ക് ജീവിക്കണമെന്നുള്ള ആശ വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ ഒരു കടയിൽ പോയി പാർട്ട് ടൈം ആയിട്ട് ജോലി കണ്ടുപിടിച്ച് തിരിച്ചു വരുമ്പോൾ പട്ടിക്കുട്ടി കാത്തിരിക്കുകയാണ്. അമ്മ ഇന്ന് നിനക്ക് ഫുഡ് കൊണ്ടുവന്നില്ല, സാലറി കിട്ടിയ ശേഷം മോൻ ഇഷ്ടം പോലെ ഹോട്ട് ഡോഗ് വാങ്ങിച്ചു തരാന്ന് പറയും. അപ്പൊ ആ പട്ടിക്കുട്ടി എന്താ എന്നെ ഇങ്ങനെ പറ്റിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ പെൺകുട്ടിക്ക് കേൾക്കാൻ പറ്റത്തില്ല, അത് സംസാരിക്കുന്നതാണ്. പിന്നെ പട്ടിക്കുട്ടിക്ക് പേരിടുന്നുണ്ട്, സുന്ദരി എന്നാണ് പേര്. ആ പട്ടിക്കുട്ടി ഒരാണാണ്, നമ്മുടെ ദേശക്കാരൻ പട്ടിക്കുട്ടിയാണ്. അതിലും അവൻ എതിർപ്പാണ്, എനിക്ക് സുന്ദരി എന്നുള്ള പേര് വേണ്ട, വേറെന്തേലും ഇട് എന്ന് പറയും. ഇതേ സമയം നമ്മുടെ പ്രസിഡന്റും ഹീറോയും ഒരുമിച്ച് കാണുകയാണ്. ഹീറോ ക്ഷീണിച്ച് അവിടെ വന്നിരിക്കുകയാണ്. പ്രസിഡന്റ് ചോദിക്കുകയാണ്, നമുക്ക് പോയി 2 കുപ്പി അടിച്ചാലോ എന്ന്. അങ്ങനെ രണ്ടുപേരും കൂടെ പോയി അവിടെ പോയിരുന്ന് കുടിക്കുകയാണ്. കുടിക്കുന്നതിന്റെ ഇടയിൽ ഹീറോ ഒരുപാട് സങ്കടങ്ങൾ പറയുന്നുണ്ട്. ഹീറോ പുനർജനിക്കാൻ പോവാണ്, ഹീറോയും ഹീറോയിനും. ആ കാര്യവും പ്രസിഡന്റിന്റെ അടുത്ത് പറയുകയാണ്. ഇത് കേൾക്കുന്ന പ്രസിഡന്റ് ഒരു ടാബില് എന്തോ എടുത്ത് ഹീറോനെ കാണിക്കുന്നുണ്ട്. ഇത് കണ്ടതോടെ ഹീറോന്റെ മുഖം എല്ലാം വാടുകയാണ്. അതുപോലെ പ്രസിഡന്റ് എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. ഹീറോയിനെയും പറ്റിയാണ് പറയുന്നത്. രാത്രിയാകുമ്പോൾ ഹീറോ കുടിച്ച് ലക്കില്ലാതെ വീട്ടിൽ ചെന്ന് കയറുകയാണ്. ഹീറോയിനാണ് അവനെ പിടിച്ചോണ്ട് വീട്ടിലോട്ട് പോകുന്നത്. പിറ്റേന്ന് രാവിലെ ഹെവൻ സപ്പോർട്ട് സെന്ററിൽ ഹീറോയിനും വന്നിട്ടുണ്ട്. അവരെടുത്ത് ഇന്റർവ്യൂ തരുമെന്ന് ചോദിച്ച് ഒരു മീഡിയയും വന്നിട്ടുണ്ട്. അതായത് അവരുടെ 100ാമത്തെ ഇന്റർവ്യൂ ആണ്. അതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സണ് അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കപ്പിളിനെ ഇന്റർവ്യൂ ചെയ്യണമെന്നാണ് അവരുടെ ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് ഹീറോയിനെ തിരഞ്ഞെടുക്കുന്നത്. എന്താണ്, അവര് ഭൂമിയിലും സമാധാനമായിട്ട് ജീവിച്ച് സ്വർഗത്തിലും സമാധാനമായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരെ തിരഞ്ഞെടുത്തേക്കുന്നത്. അതുപോലെ പ്രസിഡന്റ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഇവരെ തന്നെ തിരഞ്ഞെടുക്കണമെന്ന്. അതുകൊണ്ടാണ് ഈ മീഡിയ ഇവരുടെ അടുത്ത് വന്ന് ചോദിക്കുന്നത്. ഹീറോയ്ക്ക് താല്പര്യമില്ല. ഹീറോ പറയാണ്, ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല പുനർജനിക്കാൻ, അതുകൊണ്ട് ഇന്റർവ്യൂ തരാൻ താല്പര്യമില്ലാന്ന്. എന്നാൽ ഞാനും ഹീറോയും ഒരുമിച്ചാണ് തീരുമാനം എടുത്തത് പുനർജനിക്കാൻ, അതുകൊണ്ട് നമുക്ക് നോക്കാന്ന് പറയുന്നുണ്ട്. അവര് ഹെവൻ സപ്പോർട്ട് സെന്ററിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഹീറോയിന് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. അവള് വീണ്ടും പുനർജനിക്കാൻ പോകുന്നു എന്നുള്ള എക്സൈറ്റ്മെന്റ്, ഒരുമിച്ച് ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ്. വീട്ടിൽ പോയിട്ടും എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ ഹീറോയ്ക്ക് എന്തോ പേടി പോലെ, അവന്റെ മുഖത്ത് എന്തോ ഒരു വിഷമം പോലെ, എന്താണെന്ന് അറിയാൻ പാടില്ല. പിന്നീട് അവരെ ഇന്റർവ്യൂ എടുപ്പിക്കുകയാണ്. ഇന്റർവ്യൂവിൽ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. കപ്പിൾസിനോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും നാൾ ഒരുമിച്ച് ജീവിച്ചത്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ. അത് കഴിഞ്ഞ് അവരുടെ ഒരു വീഡിയോ ഷൂട്ട് ഉണ്ട്, ബീച്ചിൽ കൂടെ നടക്കുന്നതായിട്ട്. അതിന്റെ ഇടയിൽ ഇവരുടെ കളിയും ചിരിയും തമാശ പറച്ചിലും ഓടലും ചാടലൊക്കെ ഉണ്ട്. അതെല്ലാം ഷൂട്ട് ചെയ്യും. ഇത് കഴിഞ്ഞ് പിറ്റേന്ന് ഹീറോയിൻ വീട് വൃത്തിയാക്കുകയാണ്. കാരണം നാളെയാണ് ഹീറോയ്ക്കും പുനർജനിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പോണേന് മുമ്പ് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അതുകൊണ്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോയും വൃത്തിയാക്കും, ഹീറോ സാധനങ്ങൾ മാറ്റിക്കൊടുക്കും. പിറ്റേന്ന് രാവിലെ ഹീറോയിനും ഒരുങ്ങി കുട്ടപ്പന്മാരാവുകയാണ്. ഹീറോയിനോട് ചോദിക്കുന്നുണ്ട്, എന്നെ കാണാൻ ഭംഗിയുണ്ടോന്ന്. ഹീറോ ഇപ്പൊ എന്താ മറുപടി പറയുന്നതെന്ന് അറിയാമോ? ഇതുവരെ കണ്ടതിൽ വെച്ച് ഇപ്പോഴാണ് നിന്നെ കാണാൻ സുന്ദരി എന്നാണ്. ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ, നിങ്ങൾ ഓൾറെഡി എന്നെ പറ്റിച്ചതാണ്, ഇനി എന്നെ പറ്റിക്കാൻ നോക്കണ്ടെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ നടന്ന് ഭൂമിയിലോട്ട് പോകാനുള്ള സ്ഥലത്തോട്ട് വരികയാണ്. അവിടെ തന്നെ പ്രസിഡന്റ് കാത്തു നിൽപ്പുണ്ട്. ഹീറോയിൻ വന്ന ശേഷമാണ് സ്വർഗത്തിന് ഒരു അനക്കമൊക്കെ വന്നു തുടങ്ങിയത്. പ്രസിഡന്റ് സന്തോഷിക്കാൻ തുടങ്ങിയത്, അച്ഛൻ സന്തോഷിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഹീറോയിനോട് നന്ദി പറയുന്നുണ്ട്. പിന്നെ ഹീറോയിനോട്, നീ സ്വർഗത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ലെറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്, അതിനെല്ലാം ഒരുപാട് നന്ദി ഉണ്ടെന്ന് പറയും. അത് കഴിഞ്ഞ് ഹീറോയിനും ആ എൻട്രൻസ് വഴി അകത്തോട്ട് പോവാണ്. ഇവരുടെ അടുത്ത് ടാറ്റയും പറഞ്ഞിട്ട് ഇവര് നേരെ ചെല്ലുന്നത് എന്തോ ഒരു ചെടിയൊക്കെ ഉള്ള സ്ഥലത്താണ്. ഇവരുടെ തലയുടെ മണ്ടയിൽ കൂടെ ചെടി ഇങ്ങനെ പതറി കിടപ്പുണ്ട്. അതുവഴി നടന്നു പോകുമ്പോൾ ഹീറോയിന്റെ ടെൻഷൻ, പള്ളിയിലച്ഛൻ ഇതുവഴി ഒറ്റയ്ക്ക് പോയി കാണുമോ അതോ അവിടെയെങ്ങാനും പോയി നിന്ന് കാണുമോ എന്നാണ്. ഹീറോ പറഞ്ഞു കൊടുക്കാണ്, അവൻ ഇവിടെയൊക്കെ നല്ല സ്പീഡിൽ ഓടിപ്പോയി കാണുമെന്ന്. കുറെ നേരം നടന്ന് ഒരു ബെഞ്ച് കാണുകയാണ്. ഹീറോയിൻ വയസ്സായത് കൊണ്ട് തന്നെ ക്ഷീണിച്ച് അവിടെ പോയിരിക്കുകയാണ്. അവർ രണ്ടുപേരും അവിടെ ഇരിക്കുമ്പോൾ ഹീറോയിൻ സംശയം ചോദിക്കുകയാണ്, സ്വർഗത്തിൽ നമുക്ക് കുറെ നാളൊന്നും ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല എന്ന്. ഹീറോ അതിന് പറഞ്ഞു കൊടുക്കും, സ്വർഗം എന്ന് പറയുമ്പോൾ നമ്മുടെ വിഷമങ്ങളൊക്കെ മാറ്റാനുള്ള ഒരു സ്ഥലം മാത്രമാണ്, അത് കഴിഞ്ഞ് നമ്മൾ പുനർജനിക്കണമെന്ന്. ഇതെല്ലാം സംസാരിച്ച് കഴിയുമ്പോഴേക്കും ഇവരുടെ മുമ്പിൽ ഒരു പാലം വരും. ആ പാലം മുമ്പോട്ട് അങ്ങനെ പോവാണ്. ഇവർ രണ്ടുപേരും നടന്നു പോവാണ്. ഹീറോയിന് കാലൊന്നും വയ്യാത്തതുകൊണ്ട് കുറെ നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിനെ മുതുകത്ത് കയറ്റി നടന്നു പോകുന്നത്. പോകുന്ന വഴിക്ക് ഹീറോയിൻ, നമ്മൾ അടുത്ത ജന്മത്തിലും ഭാര്യ ഭർത്താക്കന്മാരായിരിക്കുമോ എന്ന് ചോദിക്കും. പക്ഷെ ഹീറോ മറുപടി പറയുന്നത് ഇവിടം കൊണ്ട് എല്ലാം തീരുവെന്നാണ്. അവൻ എന്താ അങ്ങനെ മറുപടി പറഞ്ഞെന്ന് അറിയില്ല. ഹീറോയിൻ ഇത് ശ്രദ്ധിക്കുന്നില്ല. ഹീറോയിൻ വീണ്ടും ചോദിക്കുകയാണ്, പ്രസിഡന്റ് എന്താ പറഞ്ഞ്, നമ്മൾ ഒരുമിച്ചായിരിക്കും ജീവിക്കാൻ പോകുന്നതെന്ന്. ഹീറോ പറയുകയാണ് ഹീറോയിനോട്, നമ്മൾ ആൾറെഡി 23 പ്രാവശ്യം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടുണ്ടെന്ന്. അതായത് 1ഉം 2ഉം തവണയല്ല, ഹീറോയിനും 23 തവണ 23 ജന്മത്തിൽ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ജന്മത്തിൽ എന്ത് നടക്കുമെന്ന് അവർക്കറിയത്തില്ല. അവസാനം നടന്ന് ഭൂമിയിലോട്ട് പോകാനുള്ള വാതിൽക്കൽ എത്തുകയാണ്. അവിടെ വെച്ച് ഹീറോ വിഷമപ്പെട്ട് ഹീറോയിനോട്, നമ്മൾ ഒരുമിച്ച് ജീവിച്ച
ജീവിച്ചാല് നിനക്ക് കഷ്ടപ്പാട് മാത്രമേ കിട്ടത്തുള്ളൂ. ഈ 23 ജന്മത്തിലും നീ എന്നെ നോക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാ ജന്മത്തിലും നീയാണ് എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. അതെനിക്ക് ഇനി കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പുനർജനിക്കുന്നില്ല, നീ പുനർജനിച്ചോ എന്ന് പറയും. ഇത് കേൾക്കുന്ന ഹീറോയിൻ, നിങ്ങളെ നോക്കിയ സമയമെല്ലാം ഞാനത് ആസ്വദിച്ചിട്ടേ ഉള്ളൂ, അല്ലാതെ നിങ്ങളെ വേണ്ടാത്ത രീതിയിലൊന്നും ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് നിങ്ങളെ വേണം, നിങ്ങൾ എന്റെ കൂടെ വാ. ഇത് കേൾക്കുന്ന ഹീറോ, നമ്മൾ ആൾറെഡി 23 തവണ ഒന്നിച്ച് ജീവിച്ചിട്ടുണ്ട്, ഇത് മതിയാക്കാനുള്ള സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീ വേറൊരാളെ കണ്ടെത്തണം. ഇത് പറയുമ്പോൾ ഹീറോയിൻ വിഷമപ്പെട്ട്, സത്യ നമ്മൾ 23 തവണ ജീവിച്ചിട്ടുണ്ട്, ഇനി മതിയാക്കാനുള്ള സമയമായി എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ഹീറോനെ കാണാനില്ല. ഹീറോ മാഞ്ഞു പോയി. ഹീറോ എങ്ങോട്ടോ പോയി. ചിലപ്പം അവൻ ഓടിപ്പോയതായിരിക്കാം. ഇനി ഹീറോയിന് തിരിച്ചു പോകാൻ പറ്റത്തില്ലല്ലോ. ഹീറോയിൻ വിഷമിച്ച് ഹീറോനെ ഭർത്താവായിട്ട് കിട്ടത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ആ വാതിൽ വഴി അപ്പുറത്ത് പോവുകയാണ്. അതായത് ഈ 23 ജന്മത്തിലും ഹീറോയിൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാത്തിനും കാരണം ഹീറോയാണ്. അതുകൊണ്ടാണ് ഹീറോ പിൻവാങ്ങിയത്, ഇനി ഹീറോയിനെ കഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട്. ഹീറോയിൻ പോയതിനു ശേഷം ഹീറോ വീട്ടിലിരുന്ന് ഹീറോയിന്റെ ഇന്റർവ്യൂ ടിവിയിലിട്ട് കാണുകയാണ്. അതിനകത്ത് അവർ ചോദിക്കുന്നുണ്ട്, ഹീറോ നിങ്ങൾക്കൊരു ബാധ്യതയായിട്ട് തോന്നിയിട്ടുണ്ടോന്ന്. എന്നാൽ ഹീറോയിൻ, എനിക്ക് ഹീറോ ഒരു ബാധ്യതയായിട്ട് തോന്നിയിട്ടില്ല, ഞാൻ അവനെ നോക്കുമ്പോഴെല്ലാം ആസ്വദിക്കുമായിരുന്നു. എനിക്ക് ഹീറോന്റെ മുഖം കാണുമ്പോൾ സന്തോഷമാണ്. പകലെല്ലാം ആ റൂമിൽ അവൻ ഒറ്റയ്ക്കായിരിക്കും. ഞാൻ വരുമ്പോഴായിരിക്കും അവന്റെ മുഖത്ത് ആ പ്രകാശം വരുന്നത്. അത് കാണുമ്പോഴേ എനിക്ക് സന്തോഷം വരും, എനിക്ക് ജീവിക്കാനുള്ള ഒരു തോന്നൽ വരും. അതുകൊണ്ടാണ് ഞാൻ ജീവനോടെ പോയിക്കൊണ്ടിരുന്നത്. ഇതാണ് ആ ഇന്റർവ്യൂവിൽ പറയുന്നത്. ഇത് കണ്ട് വിഷമിച്ച് ഹീറോ കരയാണ്. പിന്നീട് ഒരു ചാരു കസേരയായിട്ട് ഹീറോ പുറത്തു വന്നിരുന്ന് ആ ചാരു കസേരയിൽ ആടുകയാണ്. ആടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സോനിയ പൂച്ചക്കുട്ടി, ആ പൂച്ചക്കുട്ടി വന്ന് ഹീറോന്റെ മടിയിൽ ഇരിക്കുകയാണ്. ഹീറോ ആ പൂച്ചക്കുട്ടിയെ തടവുന്നുണ്ട്. ഇപ്രാവശ്യം വന്നേക്കുന്നത് മനുഷ്യരൂപത്തിലല്ല, പൂച്ചക്കുട്ടിയുടെ രൂപത്തിലാണ്. ചിലപ്പോൾ ആ പൂച്ചക്കുട്ടിക്ക് ഹീറോനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയായിരിക്കും. അതുകൊണ്ടായിരിക്കാം പൂച്ചക്കുട്ടിയുടെ രൂപത്തിൽ ഹീറോന്റെ അടുത്ത് വന്നേക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ വീട്ടിലോ ഒരു മുത്തശ്ശി വയ്യാതെ കിടക്കുന്നുണ്ട്, മരണത്തെ കാത്തു കിടക്കുന്നുണ്ട്. അവരുടെ ചെറുമക്കളും മക്കളും അവരുടെ ചുറ്റുമുണ്ട്. അവര് പോയതിനു ശേഷം മുത്തശ്ശി മരണത്തിനെ കാത്ത് അങ്ങനെ കിടക്കാണ്. അപ്പോഴാണ് ഹീറോ അങ്ങോട്ട് വരുന്നത്. ഈ മുത്തശ്ശി വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിനാണ്. ഹീറോയെ കണ്ടതോടെ ഹീറോയിന്റെ പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു വരികയാണ്. ഹീറോനോട്, ഞാൻ ഈ ജന്മം എങ്ങനെയാണ് ജീവിച്ചത്, നന്നായിട്ട് ജീവിച്ചോ എന്ന് ചോദിക്കും. അതിന് ഹീറോ, നീ നന്നായിട്ടാണ് ജീവിച്ചത്, എപ്പോഴത്തെയും പോലെ നന്നായിട്ടാണ് നീ ജീവിച്ചതെന്ന് പറയും. ഇവിടെ സീൻ കട്ട് ചെയ്താൽ അടുത്ത സീനിൽ പബ്ലിക്കിന്റെ ഇടയിൽ ഒരു പയ്യനും പെൺകുട്ടിയും രണ്ട് ഡയറക്ഷനിൽ നടന്നു പോവാണ്. ഇവര് നടന്നു പോകുന്നതിന്റെ ഇടയിൽ തന്നെ ഇവർ ഓപ്പോസിറ്റ് കണ്ടുമുട്ടുന്നുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട്. ആ പെൺകുട്ടിയെ കണ്ടതോടെ എവനെ കണ്ടതോടെ ആ പെൺകുട്ടി സീബ്ര ക്രോസിംഗിലോട്ട് ഓടുകയാണ്. ആ സീബ്ര ക്രോസിംഗിൽ വെച്ച് ഇവർ രണ്ടുപേരും കണ്ടുമുട്ടാണ്. ഈ സമയം വോയിസ് ഓവർ വഴി നിങ്ങൾക്ക് ഒരു ചിന്ത കാണും, ദൈവം എന്തിയെ, ദൈവം എവിടാണെന്ന്. നിങ്ങൾക്ക് ദൈവത്തിനെ കാണാൻ പറ്റിയില്ലെങ്കിൽ ചുറ്റും ഒന്ന് നോക്കിയാൽ മതി, എല്ലായിടത്തും ദൈവമുണ്ട്. ദൈവമാണ് നമുക്ക് സങ്കടം തരുന്നത്, ദൈവമാണ് നമുക്ക് സന്തോഷം തരുന്നത്. ഇനി എന്തൊക്കെ പറഞ്ഞാലും വിധിക്കപ്പെട്ടവരായിരിക്കും ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നത്, വിധിക്കപ്പെട്ടവർ ഒന്ന് ചേർന്നിരിക്കും. ഇതും പറഞ്ഞുകൊണ്ടാണ് ഈ മനോഹരമായിട്ടുള്ള K-ഡ്രാമ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് ഈ കഥ? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. തുടക്കത്തിലൊക്കെ നല്ല ബോറായിരുന്നെങ്കിലും അവസാനം ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് കണ്ടിരുന്നു. എന്നാലും അടിപൊളിയായിരുന്നു, ഒരു വെറൈറ്റി കഥയായിരുന്നു. എനിക്കറിയാം കുറച്ച് ആൾക്കാർക്കൊന്നും ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്, എന്നാലും അവസാനമായപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. പിന്നെ ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് കർമ്മയായിരിക്കും അല്ലെങ്കിൽ 9 പസിലായിരിക്കും. ഈ രണ്ടിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ കമന്റ് ചെയ്തോ. രണ്ടും അടിപൊളിയാണ്, ആരും ചെയ്തിട്ടില്ല മലയാളത്തിൽ വലുതായിട്ട്. നമുക്കത് ചെയ്യാം, അടിപൊളിയായിരിക്കും. എന്നാ പിന്നെ ഞാൻ പോവാണ്. ടാറ്റാ, ബൈ.